ഫോൺ ലൈനിൽ സംവിധായകൻ വിനയൻ ചേരുന്നുണ്ട്. ശ്രീ വിനയൻ, ഇപ്പോൾ അമ്മയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ തീരുമാനം, അതായത് പൂർണ്ണമായും എല്ലാവരും പദവി ഒഴിഞ്ഞിരിക്കുന്നു, സ്ഥാനങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു, ആ കമ്മിറ്റി പിരിച്ചുവിടുന്നു, ഒരു പുതിയ ടീം 2 മാസത്തിനകം ഉണ്ടാകാൻ പോകുന്നു, ഈ നീക്കത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഈ നീക്കം അവരുടെ സംഘടനയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്തൊരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അതെന്തെങ്കിലും ഒരു ശുദ്ധീകരണത്തിനോ ഒരു കൂടുതൽ നന്നായിട്ട് കൊണ്ടുപോകാനോ ഒക്കെ വേണ്ടിയായിരിക്കും. പൃഥ്വിരാജിനെ പോലുള്ള ചെറുപ്പക്കാരൊക്കെ ഇപ്പം നടത്തിയ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരെ കണക്കുള്ള യൂത്തിന്റെ കയ്യിലോട്ട് ചിലപ്പം ഭരണം കൊടുക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഈ രീതിയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ആ രീതിയിൽ കാണുന്നുണ്ട് ആ സംഘടന എന്നല്ലേ കരുതുന്നത്? അതൊരു പോസിറ്റീവായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരു പോസിറ്റീവ് നീക്കമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ ഒരു നിഷേധാത്മക നിലപാടിലോട്ടല്ലല്ലോ അവർ പോയത്. അവർക്ക് അതിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, അതൊന്ന് നേരെയാക്കണം എന്നുള്ള തോന്നലുണ്ടായിരിക്കും. പുതിയ ഒരു നേതൃത്വത്തിന് കൊടുത്തിട്ട് അങ്ങനെയാണല്ലോ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതെ, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്ന ചില സൂചനകൾ ഉണ്ടായത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ മറ്റുള്ളവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുക, അങ്ങനെ സംഘടന ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നാണ്. പക്ഷെ അതിലൊന്നും അംഗങ്ങൾ തയ്യാറായില്ല. അവർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. പലരും ഇന്ന് രാജ്യസന്നദ്ധത അറിയിച്ചു. രാജി സ്വീകരിക്കാൻ ആദ്യം നേതൃത്വം തയ്യാറായില്ല. പിന്നീട് മോഹൻലാൽ തീരുമാനം വരുന്നു, ഈ കമ്മിറ്റി തന്നെ മുഴുവനായി രാജിവെച്ച് പുറത്തു വന്നാണ് നല്ലതെന്ന് പറയുന്നു. ആ തീരുമാനം നടപ്പിലാക്കുന്നു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ അടുത്ത ചോദ്യം, ഈ 2 മാസത്തിനകം വരാൻ പോകുന്ന ഒരു പുതിയ തെരഞ്ഞെടുപ്പ്, അതിലുണ്ടാവുന്ന പുതിയ ഭരണസമിതി, പക്ഷെ അപ്പോഴും ആർക്കൊക്കെ പരിഗണന ഉണ്ടാകും, ആർക്കൊക്കെ പിന്തുണ ലഭിക്കും എന്നൊരു ചോദ്യമുണ്ട്. കാരണം പലരും ആരോപണ വിധേയർ തന്നെയാണല്ലോ. അല്ല, അതിപ്പോ 500 ചില്ലുവാനം പേരുള്ള ഒരു സംഘടനയല്ലേ അത്. അതിനകത്ത് ജനാധിപത്യപരമായ ഒരു ചർച്ച ഇപ്പോൾ ഉണ്ടാകുന്നെന്ന് പറഞ്ഞത് വളരെ നല്ലതാണ്. പല സിനിമാ സംഘടനകളിലും എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നേതൃത്വം മാറാറില്ല. അപ്പൊ മോഹൻലാൽ കാണിച്ച ഒരു പോസിറ്റീവായ ഇടപെടലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചില ഇഷ്യൂസ് ഉണ്ടായി, ചില ആരോപണങ്ങളുണ്ടായി. അപ്പോ ആ നേതൃത്വം ഒന്ന് മാറി. നമുക്കറിയാലോ, ആരും ഇവിടെ അനിവാര്യതയൊന്നുമല്ല. കാരണം പുതിയ തലമുറ വന്നാൽ അവരിത് കൊണ്ടുപോകും. ഇവരുടെ ഉപദേശങ്ങളിൽ അതിനെ കണക്കുള്ള അല്ലെ മമ്മൂട്ടിയെ കണക്കുള്ളവരുടെ ഉപദേശങ്ങൾ വാങ്ങിക്കൊണ്ട് അവർ കൊണ്ടുപോകും. അപ്പം ഈ ഒരു ജനാധിപത്യപരമായ ചർച്ച ആ മേഖലയിൽ വന്നു, ആ സംഘടനയ്ക്കകത്ത് വന്നു എന്നുള്ളതൊരു വളരെ പോസിറ്റീവാണ്. മറ്റ് സിനിമാ സംഘടനകളും ഒന്ന് നോക്കി പഠിക്കേണ്ടതാണ്. അല്ല, ഇതിനകത്ത് അടക്കി പിടിച്ചുകൊണ്ട് സംഘടന കയ്യിൽ വർഷങ്ങളോളം കൊണ്ടുകിടക്കുന്ന രീതി ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി ശ്രീ വിനയൻ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ച സംവിധായകൻ വിനയനാണ് ഇത് പോസിറ്റീവായി തന്നെ തോന്നുന്നു ഈ നീക്കം എന്ന് വ്യക്തമാക്കുന്നത്.